ഈ പ്രഗ്നൻസി സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട് എപ്പോഴും, ഒരു അബോർഷനായിട്ടോ. അതായത് ഇത്തരത്തിലുള്ളൊരു കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അവിടെ ഒരു ചില രാസപ്രക്രിയ ചെയ്ത് പണ്ടത്തെ കാലത്ത് അബോർഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുക ഈ ആധുനിക ഇതാണെന്ന്. അല്ലാണ്ടും അബോർഷൻ ചെയ്യാനുള്ള വിദ്യകളുണ്ട്. ഒന്ന്, കുട്ടികളുണ്ടാകാണ്ട് കുറേ കാലമായിട്ട് താമസിക്കുന്നത്. ഇവരെവിടെയെങ്കിലും ചെന്ന് വഴിപാട് ചെയ്യും. വഴിപാട് ചെയ്തിട്ട് ഇവർക്കുണ്ടാകുന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ജീവൻ ഭൂമിയിൽ ജനിക്കാൻ അനുവദിക്കാതെ അതിനെ തിരിച്ച് മറ്റൊരു ലോകത്തോട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ശാപം പേറിയേ പറ്റൂ. ഈ പ്രഗ്നൻസി സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട് എപ്പോഴും, ഒരു അബോർഷനായിട്ടോ. പലപ്പോഴും ചില സ്ഥലങ്ങളിലോ വീടുകളിലോ ഇത് ആ അമ്മയെയോ കുടുംബത്തിനെയോ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു എനർജി ലെവലാവാം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയില്ലാത്ത, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞിനെ ട്രൈ ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പണ്ട് കാലം മുതലേ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ളൊരു കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? എന്നാൽ എല്ലാവർക്കും ഇല്ല, എന്നാൽ ചിലവർക്ക് അത് വളരെ സിവിയറായിട്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. പക്ഷേ ആ ബന്ധപ്പെട്ടിട്ടൊരു ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവനോടെ പുറത്തു വരുന്ന ഒരു ഉറപ്പുമില്ല. അപ്പോൾ അവിടെ എന്നാണ്ട് ഒരു ഡിവൈനായിട്ടുള്ള എന്തോ കാര്യം നടക്കുന്നുണ്ട്. ഈ ശരീരമല്ല നമ്മൾ, ഈ ശരീരമാണ് നമ്മളെങ്കിൽ പക്ഷേ ഇത് പുറത്ത് വരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാവുന്ന ഏറ്റവും കൂടുതൽ അബോർഷൻ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അബോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പുരുഷനും സ്ത്രീയുമായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരാളായിട്ട് അത് തീർച്ചയായിട്ടും പ്രാക്കാണ്. നമ്മളൊരാളെ നേരിട്ടൊരാളെ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു, അബോർഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുകയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അതുപോലെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുന്ന അതിൻ്റെ ഇത് തീർച്ചയായിട്ടും അവർ അനുഭവിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ്റെ തുടിപ്പ് തീർച്ചയായിട്ടും ആ അമ്മ അറിയും. അതാണ് ഒരിക്കലും ലേഡീസ് ഒരു പരിധി വരെ അബോർഷന് സമ്മതിക്കുന്നില്ല. ശരിക്കും അവരെ ചതിച്ചിട്ട് ഗർഭിണികളാക്കിയാൽ പോലും അപൂർവം ആൾക്കാർ മാത്രമേ അബോർഷന് സമ്മതിക്കുന്നുള്ളൂ. ആ അബോർഷൻ സമ്മതിക്കുക ജനറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിസ്. കാരണം ഇതെല്ലാം വളരെ സിമ്പിളായി. ഇപ്പോൾ അബോർഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ എടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത് എന്തോ അതിനകത്ത് വലിയ കൺസേൺ ഇല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ്റെ അവകാശം, മനുഷ്യൻ്റെ അവകാശത്തെ പറ്റിയേ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ആ ഡിവൈനായ ജീവൻ്റെ അവകാശത്തെ തടയാനോ അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള അവകാശം അമ്മയ്ക്കോ അച്ഛനോ എന്ന് പറയുന്നതിനില്ല. അത് ജസ്റ്റ് നമ്മളൊരു വഴി ഒരുക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ജീവൻ നമ്മളോട് കടന്നു പോകാൻ നമ്മൾ ഒരുക്കുന്ന വഴി മാത്രമാണത്. അതിനെ തടയുക എന്ന് പറയുന്നത് ദൈവികമായിട്ട് ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളതിന് ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ കാരണം എത്രയോ മാതാപിതാക്കളുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയാലും അല്ലാതെ സംഭവിച്ചു പോയാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം തടയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാപം ഉറപ്പായിട്ടും നമുക്ക് അതിന് ശാപം എന്ന് വിളിക്കാം. കാരണം ഒരു ആ ജീവൻ ഭൂമിയിൽ ജനിക്കാൻ അനുവദിക്കാതെ അതിനെ തിരിച്ച് മറ്റൊരു ലോകത്തോട്ട് പറഞ്ഞയക്കുന്ന ആ ഒരു ശാപം പേറിയേ പറ്റൂ, അല്ലെങ്കിൽ അതിന് കണക്ക് പറഞ്ഞേ പറ്റൂ. അത് ഒന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് കൃത്യമായി നമ്മൾ വിശ്വസിക്കുന്ന ഇനി ദൈവം ഇല്ലാന്ന് തന്നെ വിശ്വസിക്കട്ടെ, ആ എനർജിയോടെ നമ്മൾ കാണിക്കുന്ന തെറ്റാണ്. എന്താണ് സാറിന് അതിനകത്ത് പറയുന്നത്? അല്ല, ഇതില് സാറിപ്പോൾ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയും. ഇപ്പോൾ 2-3 ഉദാഹരണങ്ങൾ എനിക്കുണ്ട്. കുട്ടി ഇവർ വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ കുട്ടി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ കുട്ടി വേണ്ടാന്ന് ചിലപ്പോൾ 3ാമത്തെ ആളായിരിക്കാം. ഇപ്പോൾ ചിലരുണ്ടല്ലോ, നാം 2 നമുക്ക് 2, 3ാമത്തെ അബദ്ധവശാലായി വേണ്ടാന്നുള്ള തീരുമാനമായിട്ട് ഇവർ അബോർഷൻ ചെയ്യണമെന്ന് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്യാൻ പറ്റുകയില്ല, അതിൻ്റെ ഇത് കഴിഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ ഇത് വേണ്ടായിരുന്നു അബോർഷൻ ചെയ്യായിരുന്നു എന്ന് എപ്പോഴും അമ്മയും അച്ഛനും ഇത് ബെഡ്റൂമിൽ വെച്ചായിരിക്കുമല്ലോ പറയണത് അല്ലേ. ഇത് പറഞ്ഞിട്ട് ഈ ജനിക്കുന്ന കുട്ടികൾ ഈ അച്ഛനോടും അമ്മയോടും ഭയങ്കര ദേഷ്യം വെച്ച് പുലർത്തുന്നുണ്ട്. സാറിനും ചിലപ്പോൾ അതുപോലത്തെ അനുഭവങ്ങൾ വന്നു കാണും. ഇപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് കാര്യം അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജനിക്കുന്ന കുട്ടി, ഇവർ പാലൂട്ടി വളർത്തിയ കുട്ടി ഇതുപോലെ ഇവരോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ജീവൻ എന്ന് പറയുന്നത് ഇവർ അബോർട്ട് ചെയ്ത് കഴിഞ്ഞ കുട്ടിക്ക് ആ ഫിസിക്കൽ ബോഡി ഇല്ലെങ്കിലും അതിലും കൂടുതൽ ഇവരോട് റിയാക്ട് ചെയ്യുന്നുണ്ടാകുക. ശരിയല്ലേ? ചിലപ്പോ ആ ജനിക്കുന്ന കുഞ്ഞ് തന്നെ ഇവരുടെ ശത്രുവായിട്ട് മാറുന്ന എന്തോരം കാഴ്ചകൾ മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് സ്വന്തം അച്ഛനോടും അമ്മയോടും എന്തോ മുൻ ജന്മ ശത്രുക്കളെ പോലെ പെരുമാറുന്ന
പല സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടിയുടെ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കാം എന്നുള്ള ചിന്തയിലോട്ടൊക്കെ പോകും. പക്ഷേ ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാണുമ്പോഴാണ്, നമ്മൾ സംസാരിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അച്ഛനും അമ്മയും ഇതിന് മുന്നെടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ ഭാഗം നശിപ്പിച്ച് കളഞ്ഞ ജീവന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ട്. അതിപ്പോ എന്റെ ഗുരു അന്നൊന്നും ഈ അബോർഷൻ 90-കളിലൊന്നും വലിയ കാര്യമല്ല. അന്നും ഈ നാച്ചുറലായിട്ട് അബോർഷൻ കബഡി ഈ കബഡി ഒരു ചില രാസപ്രക്രിയ ചെയ്ത് പണ്ടത്തെ കാലത്ത് അബോർഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുക ഈ ആധുനിക ഇതാണെന്ന്. അല്ലാണ്ടും അബോർഷൻ ചെയ്യാനുള്ള വിദ്യകളുണ്ട്. അപ്പോൾ അന്നും അദ്ദേഹം ജാതകം നോക്കണത് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഇതുപോലെ പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ അന്നും ഗർഭാലസിപ്പിച്ചു, അബോർഷൻ എന്നുള്ളതല്ല, ഗർഭാലസിപ്പിച്ച് കുട്ടി വേണ്ടാന്ന് പറഞ്ഞ് ഗർഭാലസിപ്പിച്ച് കളഞ്ഞവർക്ക് അടുത്ത ജന്മത്തിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാണ്ടിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവരുടെ ആസ്ട്രൽ ബോഡിയിൽ ആ ഒരു പാപകർമ്മം കിടക്കുകയാണല്ലോ. ഫിസിക്കൽ ബോഡിയിലേ മാറിയിട്ടുള്ളൂ. അത് പിന്നെ കുറേ പരിഹാരങ്ങൾ ചെയ്ത് മാറുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരറിയാണ്ട് വരുന്ന കുറേ തിരിച്ചടികളിൽ ഇവർ പോകുമ്പോഴത്തേക്കും ജ്യോതിഷന്മാർ പറയുന്നത്, അവരറിയുന്നില്ലല്ലോ ഇവർ അബോർട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ജ്യോതിഷന്മാർ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അതിൻ്റെ തിരിച്ചടി ഭയങ്കരമായിരിക്കും. ഫിസിക്കലി നമ്മളോട് ഒരാൾ എതിരിടുമ്പോൾ നമുക്കതിനെ കായികമായോ നിയമപരമായിട്ടോ നേരിടാം, അല്ലേ? നമുക്കതിനുള്ള പ്രതിവിധികൾ ചെയ്യാം. പക്ഷേ അല്ലാണ്ട് വാസ്റ്റർ ലെവലിൽ ഒരു സൂക്ഷ്മതലത്തിൽ ഒരാൾ ഇത് ചെയ്യുമ്പോൾ എത്രയോ പേര് നരയിക്കുന്നുണ്ടെന്നറിയാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ, അത് ഏതോ ഒരു സിനിമയുണ്ടല്ലോ, ജയറാം സാറൊക്കെ അഭിനയിച്ചതാണെന്ന് തോന്നുന്നു, ഒരു കൊച്ചുകുട്ടിയുടെ കുട്ടി മരണപ്പെട്ടിട്ട് പ്രതികാരം ചെയ്യണത്. കുറച്ചൊരു 10-25 വർഷം മുമ്പ് 20 വർഷത്തിന് മുകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. അത് ഒരു കുട്ടി, അവർക്കൊരു കുട്ടിയുണ്ട്, പക്ഷേ ഒരു കുട്ടി അറിഞ്ഞോ അറിയാണ്ട് അബോർഷനായ കുട്ടി പ്രതികാരം ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഏതോ ഒരു കഥാകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ്. പക്ഷേ ഇത് പല കുടുംബങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയിലും ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ശത്രുവായിട്ട് മാറുന്നത്? കാരണം അച്ഛനമ്മയും അവരുടെ രണ്ടുപേരുടെ ക്യാരക്ടറല്ല. ആ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ദൈവവിശ്വാസവും ഇല്ല. ആ കുഞ്ഞ് എൻ്റെ ഡിഫറൻ്റ് ആവുന്നു, പിന്നീട് ഡ്രഗ്സിലോട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിലോട്ടോ കൺവേർട്ട് ആവുന്നു. ഈ അച്ഛനമ്മയെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ മരണപ്പെടാനുള്ള കാരണം ഈ കുഞ്ഞായിട്ട് മാറുന്നു. നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ പോലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും വളരെ സാമ്പത്തികം കുറഞ്ഞ വീടുകളിൽ മാത്രമാണ്. അല്ല, പലപ്പോഴും ആ വീടുകളിലെ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. നല്ല കുടുംബങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അത് രഹസ്യമായി അങ്ങ് പോവാം. അത് പലപ്പോഴും അവര് ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതങ്ങനെ പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവനെ നമ്മൾ ഭൂമിയിലോട്ട് നമ്മളിലൂടെ വരുന്നതിനെ തടയുന്നുണ്ടാവുന്ന ഒരു ശാപമുണ്ടല്ലോ, അത് എങ്ങനെയാണത് ഇതിപ്പോൾ നമുക്ക് തെറ്റ് പറ്റിപ്പോവുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സഹജമാണ്. നമ്മൾ ഇനിയിപ്പോൾ അതിനെ ഓർത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തെറ്റ് പറ്റിപ്പോയാൽ അത് നമുക്ക് അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നാണ് സാറ് ചിന്തിക്കുന്നത്? അത് മറികടക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഏതെങ്കിലും കുട്ടികളുടെ ഇത് ചെയ്യാൻ പറയും. ഇപ്പോൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒരു ഡോക്ടറാണെന്ന് തന്നെ വെച്ചോ, ഡോക്ടർക്ക് തന്നെ കുട്ടികളുണ്ടാകാത്തൊരവസ്ഥ വന്നു. ഒരു കുട്ടികളുണ്ടാകാത്ത കുറേ വർഷങ്ങൾ മുമ്പ്. അപ്പോൾ അവരോട് നോക്കുമ്പോൾ ജാതകത്തിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഇതാണ്. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കൂ. കുട്ടികൾ നിങ്ങളുടെ കൺസൾട്ടേഷൻ, മുതിർന്നവരെയാണ് കൺസൾട്ടേഷൻ, പക്ഷേ അവരുടെ കൂടെ കുട്ടികൾ വരികയാണെങ്കിൽ അവരെ ഓമനിക്കൂ. നിങ്ങളുടെ ഇതിൽ ചോക്ലേറ്റ് ഞാൻ പറഞ്ഞില്ല, അല്ലാണ്ട് ശരീരത്തിന് ഹാനികരമല്ലാത്ത അണ്ടിപ്പരിപ്പോ കിസ്മിസോ ബദാമോ ഒക്കെ വാങ്ങിച്ച് വയ്ക്കും. എന്നിട്ട് കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കൂ. കാര്യം ജ്യോതിഷന്മാർ ഇവർ ഡൈവേഴ്സ് ആകും കുട്ടികളാകുകയെന്ന് എഴുതി കൊടുത്തതാണ്. IVF-ഉം ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കേസായിരുന്നു. ഇത് ചെയ്യാൻ പറഞ്ഞു. ഇത് ചെയ്തിട്ട് അവർക്ക് കുട്ടികളൊക്കെ ആയി, നല്ല മിടുക്കി കുട്ടികളായി നല്ല രീതിയിൽ ഇതാകുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ആ പണ്ട് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ഇവരിൽ നിന്നുണ്ടാകണം. കാര്യം കുട്ടികളെ ഇവർ സ്നേഹിക്കണം. അതെ, ഇപ്പോൾ ശ്രീനിവാസൻ സാർ പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യം. കാരണം നമുക്ക് തെറ്റ് പറ്റാത്ത മനുഷ്യർ ആരുമില്ല. ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകൾ പറ്റിയാൽ ശരി, പറ്റിപ്പോയി, അതിനോർത്ത് പശ്ചാത്തപിക്കുക. അതിനെന്ത് പരിഹാരമാണോ നമുക്ക് മനുഷ്യരോട് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ഇത് പ്രാർത്ഥിച്ചാൽ മാറുന്ന ഒന്നല്ല. നമ്മളൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ പോയി അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയോ തേങ്ങ ഉടക്കുകയോ അല്ലെങ്കിൽ നേർച്ച നടത്തുകയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ദൈവം നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആക്ച്വലി നിങ്ങൾ ചെയ്ത തെറ്റ് ഇവിടെ ഭൂമിയിൽ മനുഷ്യരോട് അത് കാണിച്ച് അതിന് പരിഹാരം കാണുക. അല്ലാത്ത പക്ഷം അതിൻ്റെ പാപമോ പാപബോധമോ പേറിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല. പലപ്പോഴും അതൊരു എനർജി ബ്ലോക്ക് ആവാം, ഒരു പക്ഷേ ഇത് ഇമോഷണൽ ബ്ലോക്ക് പോലും ആവാം.
അവർ അന്ന് എടുത്ത ഇമോഷൻ ആയിരിക്കാം അവരെ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായി സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിന് മനസ്സിലാക്കുക, പശ്ചാത്തപിക്കുക മാത്രമല്ല അതിന് പ്രായച്ചിത്തമായിട്ടുള്ള കാർമ്മികം ചെയ്യുക. അതെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഇതുപോലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളായിട്ടോ സാമ്പത്തിക പ്രശ്നമോ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടോ ആ കുഞ്ഞുങ്ങളെ സഹായിക്കുക. നമ്മളെപ്പോഴും സാർ നമ്മൾ ചിന്തിക്കും ഈ നമ്മുടെ തൊട്ടയൽവക്കത്ത് ഒരു അസുഖബാധിതനായ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിനെ ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന്. നമ്മളെ എന്താ നോർമൽ ചിന്തിക്കുന്നത്, ഞാനൊരു വ്യക്തിയെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് അത് പാപമെന്ന് ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. നിങ്ങളുടെ തൊട്ടയൽവക്കത്ത് ഒരു ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഓക്കെ ഞാൻ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നില്ല എന്ന് പറയുന്നില്ല. സഹായിച്ചില്ലെങ്കിൽ പോലും അതൊരു ഉപദ്രവമാണ്. ശരിയല്ലേ? സഹായിക്കുക എന്ന് പറയുന്നത് സഹായിക്കാതിരിക്കുന്നത് രണ്ടാണ്. അതായത് പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ഒരു പാവപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ സഹായിക്കാതെ കടന്നു പോകുന്നതും ഒരു തരത്തിൽ തെറ്റാണ്, പാപമാണ്. അതല്ലാതെ അയ്യോ ഞാൻ ആ വ്യക്തിയെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ചെയ്യണമായിരുന്നു, അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്ത് സാധനമാണെങ്കിലും, സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും, ഇതിനെയെല്ലാം സംരക്ഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതൊരിക്കലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളല്ലല്ലോ സാർ. ഇതൊക്കെ നാളെ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിന്റെ പടി തട്ടിയ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം സംരക്ഷിക്കുന്ന മറ്റൊരു എനർജി അപ്പുറത്തുണ്ട്. ആ എനർജിയാണ് ഇതിനെല്ലാം സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളോ നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ, എല്ലാം ഒരു സോഴ്സാണ്. സാറും ഞാനും എല്ലാവരും ഒറ്റ സോഴ്സിൽ നിന്ന് ഡെവലപ്പായ ആളുകളാണ്. സഹായിക്കുന്നത് ദൈവത്തിന് ചെയ്യുന്നതിന് തുല്യമാണ്. അല്ലാതെ ദൈവങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അതിന് വലിയ കർമ്മം അപ്പുറത്തുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സാർ, അനുഭവങ്ങൾ. ഒന്ന്, കുട്ടികളുണ്ടാകാണ്ട് കുറേ കാലമായിട്ട് താമസിക്കുന്നത്, ഇവരെവിടെയെങ്കിലും ചെന്ന് വഴിപാട് ചെയ്യും. വഴിപാട് ചെയ്തിട്ട് ഇവർക്കുണ്ടാകുന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒന്നുകിൽ ഇവർക്ക് പ്രായമായി 30-35 വയസ്സ് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടല്ലോ ശാസ്ത്രം, 30 വയസ്സിന് മുമ്പ് സ്ത്രീകളുടെ പ്രസവം നടക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ 30 വയസ്സാകുമ്പോഴേ കല്യാണാലോചന തുടങ്ങണം പലതിലും. അത് ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. ഒരു പക്ഷേ പണ്ട് ഇവർ കഴിഞ്ഞ ജന്മത്തെ അബോർട്ട് ചെയ്ത സോളായിരിക്കാൻ വരുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് തന്നെ ഏത് സമയത്ത് എനിക്ക് പോയി വഴിപാട് ചെയ്യുക, കുറേ അധികം ആൾക്കാരെ അറിയാം. ഹൈപ്പർ ആക്റ്റീവാണ്, ഇവർ പിടിച്ചാൽ നിൽക്കുകയില്ല, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള. വേറൊരു കാര്യം പറയും, ഇപ്പോൾ മദ്രാസിലുള്ളൊരു കേസാണ് കുറച്ച് നാൾ മുമ്പ് നടന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളവർ, അവർക്ക് കുട്ടിയുണ്ട്, അവരൽപ്പം സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, ഒരു ഫ്ലാറ്റിൽ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക് കുട്ടിയില്ല, മനസ്സിലായോ? ഇവരൽപ്പം എന്താണ് നല്ല വൈറ്റ് കോളർ, മറ്റേ ഇതൊക്കെ സാനിറ്റൈസർ എപ്പോഴും യൂസ് ചെയ്യുന്ന വിഭാഗമാണെന്ന് പറയാം, ക്രിമികീടങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആ വീട്ടിൽ ഈ കുട്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചു. ഇവർ നല്ല സൗകര്യമുള്ള വീട്ടിൽ, ആ വീട്ടിൽ കുട്ടി ചെന്നപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചു. അവർക്ക് ഭയങ്കര ഒന്നും, അവർക്ക് സന്താന സൗഭാഗ്യമില്ല, അവർ ഗുരുവായൂരപ്പ ഭക്തരാണ്. അപ്പോൾ ഈ കുട്ടി പരിചയമില്ലാത്ത കുട്ടി കണ്ടിട്ട് വീട്ടിൽ ചെന്നിട്ട്, പ്രായമുള്ള ആളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കുട്ടി ചോദിച്ച ഭക്ഷണം അവർ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നു ലഡ്ഡു എന്തോ ആയിരുന്നു, ആ ഭക്ഷണം കൊടുത്തു. കുട്ടി ഭയങ്കര സന്തോഷത്തോടെ ഇത് ചെയ്ത് അവരുടെ അടുത്ത് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ അതിലെ ഒരാൾ മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുറത്ത് വന്നപ്പോൾ, ഈ ഫാമിലി പുറത്ത് വന്നപ്പോൾ അവരുടെ ഉള്ളിൽ സംശയം നടന്നു, ഈ കുട്ടിക്ക് എന്താ നമ്മൾ വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നുണ്ട്, ഈ ആഹാരം കൊടുത്തിട്ട് എന്തിനാണ് ആ കുട്ടി അവരുടെ വീട്ടിൽ ചെന്നിട്ട് ലഡ്ഡു വേണമെന്ന് ചോദിച്ചതെന്നുള്ള ഒരു ഇത് വന്നു. നമ്മൾ വിചാരിക്കണം അങ്ങനെയല്ല, വീട്ടിൽ ആഹാരം കിട്ടാത്ത കുട്ടിയാണ് പുറത്ത്. പക്ഷേ അവർക്കെന്തോ ഒരു ബ്ലോക്ക്, ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവരുടെ കൈകൊണ്ട് ഒരു കുട്ടിക്ക്, അവർ ഗുരുവായൂരപ്പനെ വിളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആകാം, അവരുടെ കൈകൊണ്ട് ഒരു കുട്ടിക്ക് തൃപ്തിയായിട്ട് എന്തോ കൊടുക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ പെട്ടെന്ന്, അത് ഹോസ്പിറ്റലിലൊന്നും കിടന്നല്ല, പെട്ടെന്ന് ആളുടെ ശരീരം വിടുകയായിരുന്നു. പ്രായമുള്ള ആൾ. അങ്ങനെയും സംഭവിക്കുന്നുണ്ട് ചിലത്.